ഇപ്പം 50 വർഷം മുൻപ് അടിയന്തരാവസ്ഥ നാട്ടിലുണ്ടായല്ലോ, രാജ്യത്ത്. ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ അമിതാധികാര വാഴ്ചയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ആരുടെയെങ്കിലും തണൽ നിന്നുകൊണ്ടല്ല ഞങ്ങൾ അതിൽ പങ്കാളികളായത്. അന്നത്തെ ഭരണകൂടത്തിൻ്റെ ആക്രമണത്തിനിരയായി ഞങ്ങളുടെ അനേകം സഖാക്കൾ ആക്രമണത്തിനിരയായിട്ടുണ്ട്. കടുത്ത മർദ്ദനം, ചിലർക്ക് ജീവഹാനി, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അന്ന് നിലവിലുണ്ടായിരുന്ന അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ച അത് അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിലും അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടന്ന പ്രക്ഷോഭത്തിലും ഞങ്ങൾ ഞങ്ങളായി തന്നെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. RSS അക്രമങ്ങൾക്കെതിരെ CPIM ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഘട്ടം കൂടിയായിരുന്നു അത് എന്ന് ഓർക്കണം. ഈ പറയുന്ന 1977-79 കാലം കണ്ണൂർ ജില്ലയിൽ മാത്രം അനവധി രക്തസാക്ഷികളാണ് CPIM-നുണ്ടായിരുന്നത്. പ്രതിസ്ഥാനത്ത് RSS-ഉമായിരുന്നു. ആ ഘട്ടത്തിൽ CPIM RSS-ഉമായി സഹകരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സഖാക്കളെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വിഭാഗമായി അവർ പ്രവർത്തിക്കുകയായിരുന്നു. 1977 ജനതാ പാർട്ടി രൂപീകൃതമാകുന്നത്. ജനസംഘം എന്ന പാർട്ടി അതിൽ ലയിച്ചു എന്നത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ നാം കാണേണ്ടത് അടിയന്തരാവസ്ഥ കാലത്ത് CPIM-ഉം RSS-ഉം തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. RSS പോയിട്ട് രാഷ്ട്രീയ പാർട്ടിയായ ജനസംഘവുമായും ഒരു സഹകരണവും ആ കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ജനതാ പാർട്ടി എന്ന നിലക്ക് രൂപം കൊണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ്? അടിയന്തരാവസ്ഥക്കെതിരെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പാണ് ഉണ്ടായത്. പ്രധാനമായും സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത്. 1977 തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അന്നത്തെ ഒരു വിശാല മുന്നണി, ആ വിശാല മുന്നണി ജനതാ പാർട്ടിയായി രൂപപ്പെട്ടു. ഞങ്ങളതിലില്ല. CPIM അപ്പോഴും വേറിട്ട് നിൽക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയിലെ കോൺഗ്രസ് ഏകാധിപത്യ ഭരണത്തിനെതിരെ ഉയർന്നു വന്ന വിശാല ഐക്യത്തിലുണ്ടായിരുന്ന കക്ഷികൾ ഒന്നിച്ചു ചേർന്നാണ് ഈ പറയുന്ന ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. ഭാരതീയ ലോക്ദൾ, സംഘടനാ കോൺഗ്രസ്, സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള വിവിധ പാർട്ടികൾ ലയിച്ചാണ് 1977 ജനുവരി 23 ജനതാ പാർട്ടി രൂപീകരിച്ചത്. ഈ ജനതാ പാർട്ടിയിൽ പിന്നീട് ജനസംഘവും ലയിക്കുകയായിരുന്നു. ഇവിടെ ജനസംഘവും മറ്റെല്ലാ പാർട്ടികളെയും പോലെ, ജനതാ പാർട്ടിയിൽ ചേർന്ന മറ്റെല്ലാ പാർട്ടികളെയും പോലെ അവരുടെ എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടാണ് ജനതാ പാർട്ടിയിൽ ലയിച്ചത്. ഏതായാലും അന്നും ഇന്നും എല്ലാവരും കണ്ടൊരു വസ്തുതയുണ്ട്. CPIM ജനതാ പാർട്ടിയിൽ ലയിച്ചിട്ടില്ല. CPIM CPI-യുമായി തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. സ്വന്തം നിലയിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു CPIM ചെയ്തത്.